ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദ വെക്റ്റർ ഫീൽഡ് എഫ് ഈസ് ഈക്വൽ ടു yi plus xj plus zk is conservative and also find its potential function. ആദ്യം ഈ വെക്റ്റർ ഫീൽഡ് 3 ഡയമെൻഷണൽ സ്പേസിലുള്ള ഒരു വെക്റ്റർ ഫീൽഡാണ്. കാരണം ഐ കമ്പോണൻറ്റ് തന്നിട്ടുണ്ട്, ജെ കമ്പോണൻറ്റ് തന്നിട്ടുണ്ട്, കെ കമ്പോണൻറ്റ് തന്നിട്ടുണ്ട്. ഒരു 3 ഡയമെൻഷണൽ സ്പേസിലുള്ള വെക്റ്റർ ഫീൽഡാണെങ്കിൽ അത് കൺസർവേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ കേൾ എഫ് 0 ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ. കൂടാതെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? അതിൻ്റെ പൊട്ടൻഷ്യൽ ഫംഗ്ഷനും കൂടെ കണ്ടുപിടിക്കണം. അപ്പം കേൾ എഫ് 0 ആണോ എന്ന് നോക്കാനൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. കേൾ എഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽ ക്രോസ് എഫ്. അപ്പോൾ എന്താ, നമുക്ക് ക്രോസ് പ്രൊഡക്റ്റ് എടുക്കണമെങ്കിൽ ഡിറ്റർമിനൻ്റ് എടുക്കണം. ഡിറ്റർമിനൻ്റ് ഐ ക്യാപ്, ജെ ക്യാപ്, കെ ക്യാപ്. അടുത്തത് ഈ ഡെൽ ഓപ്പറേറ്ററിൻ്റെ ഐൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡോ ബൈ ഡോ എക്സ്. ഡെൽ എന്ന് പറയുന്നത്, ഡെൽ ഓപ്പറേറ്റർ എന്താ? ഡോ ബൈ ഡോ എക്സ് ഐ ക്യാപ് പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ ക്യാപ് പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് കെ ക്യാപ്പ്. അപ്പോൾ ഇവിടെ ഐൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ? ഡോ ബൈ ഡോ എക്സ്. അടുത്തത് ജെയിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ? ഡോ ബൈ ഡോ വൈ. കെയിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ? ഡോ ബൈ ഡോ ഇസഡ്. അടുത്ത ഇനി വെക്റ്റർ ഫീൽഡുമായിട്ടാണ് ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്നത്. അപ്പം വെക്റ്റർ ഫീൽഡിൻ്റെ ഐൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ? വൈ. ജെയിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ? എക്സ്. കെയിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ? ഇസഡ്. ഇനി ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാൻ എന്താ? ഐ അടങ്ങുന്ന റോയും കോളവും മാറ്റിയിട്ട് എന്ത് കിട്ടും? ഡോ ഇസഡ് ബൈ ഡോ വൈ മൈനസ് ഡോ ഇസഡ് ബൈ ഡോ എക്സ്. ആദ്യം പ്ലസ് ആണ്, പ്ലസ് ഐ ആണെങ്കിൽ അടുത്ത ഓൾട്ടർനേറ്റീവായിട്ട് പ്ലസ്സും മൈനസും മാറി വരും. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ജെ വരുന്ന കോളവും റോയും റിമൂവ് ചെയ്യുക, എന്നിട്ട് എടുക്കുക. ഡോ ഇസഡ് ബൈ ഡോ എക്സ് മൈനസ് ഡോ വൈ ബൈ ഡോ ഇസഡ് പ്ലസ് കെ ഇൻറ്റു കെ വരുന്ന റോയും കോളവും കളഞ്ഞിട്ട് ഡോ എക്സ് ബൈ ഡോ എക്സ് മൈനസ് എന്ത് കിട്ടും? ഡോ വൈ ബൈ ഡോ വൈ. അപ്പം നമുക്ക് ആൻസർ എന്ന് പറയുന്നത് കേള് 0 ആണെന്ന് കിട്ടും. അപ്പം കേള് 0 ആണെങ്കിൽ എന്താ? ഗിവൺ വെക്റ്റർ ഫീൽഡ് എഫ് എന്ന് പറയുന്നത് 3 ഡയമെൻഷനിലുള്ള ഗിവൺ വെക്റ്റർ ഫീൽഡ് എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ആണ്. ഇനി 2 ഡയമെൻഷനിലുള്ള വെക്റ്റർ ഫീൽഡ് ആണെങ്കിൽ എന്ന് വെച്ചാൽ ഐയും ജെയും കമ്പോണൻറ്റ് മാത്രമാണ് തന്നെങ്കിൽ അവിടെ എങ്ങനെയായിരുന്നു? ഡോ എം ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ്. ഒന്ന് ഓർമ്മിക്കാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഈ വെക്റ്റർ ഫീൽഡ് എഫ് എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ആണെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഒരു കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് ആണെങ്കിൽ അതിനെ നമുക്ക് ഗ്രേഡിയൻ്റ് ഓഫ് സം സ്കെയിലാർ ഫംഗ്ഷൻ ഫൈ എന്ന് എഴുതാം. ഇങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈ സ്കെയിലാർ ഫംഗ്ഷൻ ഫൈനെയാണ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയാം. ഈ ഫൈനെയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പം ഇവിടെ വെക്റ്റർ ഫീൽഡ് എഫ് നമ്മുടെ ക്വസ്റ്റിനെ തന്നിട്ടുള്ളത് yi പ്ലസ് എക്സ് ജെ പ്ലസ് ഇസഡ് കെ അതെഴുതി. ഈസ് ഈക്വൽ ടു ഗ്രേഡിയൻ്റ് ഓഫ് ഫൈ എന്ന് പറയുന്നത് എന്താ? ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ഫൈ ബൈ ഡോ ഇസഡ് കെ. ഇനി നമുക്ക് എന്താ? ഐൻ്റെയും ജെയിൻ്റെയും കെയിൻ്റെയും കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. y ഈസ് ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ എക്സ്. അതുപോലെ തന്നെ ജെയിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ എന്താ? എക്സ്. ഇവിടെ ജെയിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ? ഡോ ഫൈ ബൈ ഡോ. അപ്പോൾ ഡോ ഫൈ ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു എക്സ്. അടുത്ത കെയിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ? ഇസഡ് ഈസ് ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ ഇസഡ് എന്ന് കിട്ടി. ഇനി ഫസ്റ്റ് ഇക്വേഷൻ എടുത്ത് എഴുതുക. ഡോ ഫൈ ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു വൈ. അതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഇവിടെ താഴെ ഡോ എക്സ് ആയതുകൊണ്ട് നമ്മൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഡോ ഫൈ ബൈ ഡോ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോണേ, ഇൻ്റഗ്രൽ വൈ ഡി എക്സ്. അപ്പം ഇവിടെ താഴെ വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ആയതുകൊണ്ടാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്റ്റ് ടു എക്സ്, കേട്ടോ. അപ്പം ഇവിടെ ഇൻ്റഗ്രൽ ഓഫ് എ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഫൈ എന്ന് തന്നെ കിട്ടും നമുക്ക്. അപ്പം ഫൈ ഈസ് ഈക്വൽ ടു, ഇവിടെ എന്ത് കിട്ടും? വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ആയതുകൊണ്ട് വൈ ഒരു കോൺസ്റ്റൻ്റ് ആണ്, വൈനെ അവിടെ എഴുതി. ബാക്കി എന്തുണ്ട്? ഇൻ്റഗ്രൽ ഡി എക്സ്. അതെങ്ങനെയാണ് ഇരിക്കുന്നത്? ഇൻ്റഗ്രൽ 1 dx പോലെയല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താ? എക്സ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും?
അല്ലെങ്കിൽ ഓർത്താൽ മതി, ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ ഒരു എക്സ് വരും. ഇവിടെ എന്താണോ ഡി എക്സ് ആണോ വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് ആണെങ്കിൽ ആ കോൺസ്റ്റൻറ്റിൻ്റെ കൂടെ എക്സ് വരും. അപ്പോൾ വൈ എക്സ് പ്ലസ് ഇവിടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയതുകൊണ്ട് തന്നെ വൈയും ഇസഡും കോൺസ്റ്റൻറ്റാണ്. അപ്പം ഒരു ഫങ്ഷൻ ഓഫ് വൈ ഇസഡ് എന്ന് വെച്ചാൽ ജി ഓഫ് വൈ ഇസഡ് എന്ന് പറയുന്നതും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പം നമ്മൾ എന്തെഴുതും? ഫൈ ഈസ് ഈക്വൽ ടു വൈ എക്സ് പ്ലസ് ജി ഓഫ് വൈ ഇസഡ് എന്ന് എഴുതും. ഹിയർ വൈയും ഇസഡും കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് ഒരു ഫങ്ഷൻ ഓഫ് ജി ഓഫ് വൈ ഇസഡ് ഈസ് കോൺസ്റ്റൻ്റ്. അപ്പം നമ്മൾ ഈ കോൺസ്റ്റൻറ്റിനെ ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. ജി ഓഫ് വൈ ഇസഡ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്തായാലും ഒരു കോൺസ്റ്റൻറ്റ് കിട്ടും. അപ്പം ഒരു ഫങ്ഷൻ ഓഫ് വൈ ഇസഡ് ആണ് എഴുതിയതേ ഉള്ളൂ. അടുത്തത് നമ്മുടെ കയ്യിലുള്ളത് ഡോ ഫൈ ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു എക്സ് എന്നാണ്. അപ്പോൾ ഇവിടെ താഴെ വൈ വന്നുകൊണ്ട് എന്താ വിത്ത് റെസ്പെക്ട് ടു വൈ ആയതുകൊണ്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന എന്തായിരിക്കും? വിത്ത് റെസ്പെക്ട് ടു വൈ ആയിരിക്കും. അപ്പോൾ ഇൻ്റഗ്രൽ ഡോ ഫൈ ബൈ ഡോ വൈ ഡി വൈ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് ഡി വൈ എന്ന് വരും. അപ്പോൾ എക്സ് ഡി വൈ എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ എക്സ് ഡി വൈ എന്താ? വിത്ത് റെസ്പെക്ട് ടു വൈ ആയതുകൊണ്ട് എക്സ് കോൺസ്റ്റൻ്റ്. അപ്പോൾ എക്സിൻ്റെ കൂടെ എന്ത് വരും? ഒരു വൈ വരും. എക്സ് വൈ ഇതാ ഇവിടെ ഡെറിവേറ്റീവിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഫൈ എന്ന് വരും. ഫൈ ഈസ് ഈക്വൽ ടു എക്സ് വൈ പ്ലസ് വിത്ത് റെസ്പെക്ട് ടു വൈ ആയതുകൊണ്ട് ഏതൊക്കെയാണ് കോൺസ്റ്റൻറ്റ്? എക്സും ഇസഡും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു ഫങ്ഷൻ ഓഫ് എച്ച് ഓഫ് എക്സ് ഇസഡ് എന്ന് പറയുന്നത് എന്ന് പറയുന്നതും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ കോൺസ്റ്റൻറ്റിനെ എച്ച് ഓഫ് എക്സ് ഇസഡ് എന്ന് എഴുതി. അടുത്ത നമ്മുടെ കയ്യിലുള്ളത് ഡോ ഫൈ ബൈ ഡോ ഇസഡ് ഈസ് ഈക്വൽ ടു ഇസഡ് എന്നാണ് കയ്യിലുള്ളത്. അപ്പോൾ ഡോ ഫൈ ബൈ ഡോ ഇസഡ് ഈസ് ഈക്വൽ ടു ഇസഡ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ്. ഇൻ്റഗ്രൽ ഡോ ഫൈ ബൈ ഡോ ഇസഡ് ഡി ഇസഡ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇസഡ് ഡി ഇസഡ് എന്ന് കിട്ടി. അപ്പം ഡെറിവേറ്റീവിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എന്താ? ഫൈ തന്നെയാണ്. ഫൈ ഈസ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ആയതുകൊണ്ട് ഇസഡ് സ്ക്വയർ ബൈ 2 പ്ലസ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ആയതുകൊണ്ട് ഏതൊക്കെയാണ് കോൺസ്റ്റൻ്റ്? ഇവിടെ എക്സും വൈയും കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഫങ്ഷൻ ഓഫ് ഒരു കെ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നതും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പം പൊട്ടൻഷ്യൽ ഫങ്ഷൻ നമ്മൾ ജനറലായിട്ട് എഴുതുന്നത് ഫൈ ഓഫ് എക്സ് വൈ ഇസഡ് ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കുമ്പം ഇവിടെ എക്സ് വൈ എന്ന് പറയുന്ന ടേമുണ്ട്. കോൺസ്റ്റൻ്റ് അല്ലാത്ത ടേമുകളെ നോക്കണേ. ഇവിടെ എക്സ് വൈ എന്ന് പറയുന്ന ടേമുണ്ട്, ഇവിടെയും എക്സ് വൈ എന്ന് പറയുന്ന ടേമുണ്ട്, ഇവിടെ ഇസഡ് സ്ക്വയർ ബൈ 2. അപ്പം രണ്ടിടത്ത് എക്സ് വൈ ഉണ്ട്. അപ്പം റിപ്പീറ്റിംഗ് ടേമിനെ നമ്മൾ ഒരു വട്ടം എഴുതിയാൽ മതി. അപ്പോൾ ഫൈ ഓഫ് എക്സ് വൈ ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് വൈ പ്ലസ് ഇവിടെ റിപ്പീറ്റ് ചെയ്യാത്ത ഒരു ടേം എന്ന് പറയുന്നത് ഇസഡ് സ്ക്വയർ ബൈ 2 പ്ലസ് എല്ലാ കോൺസ്റ്റൻറ്റിനെയും കൂടെ നമ്മൾ ജനറലായിട്ട് സി എന്ന് എഴുതി. അപ്പോൾ ഇതായിരിക്കും പൊട്ടൻഷ്യൽ ഫങ്ഷൻ ഫൈ ഓഫ് എക്സ് വൈ ഇസഡ്. അപ്പോൾ എന്താണ്? ആദ്യം ഒരു വെക്റ്റർ ഫീൽഡ് തന്നിരിക്കും. ആ വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇപ്പോൾ 2 ഡയമെൻഷനിലാണെങ്കിൽ അങ്ങനെ, 3 ഡയമെൻഷനിലുള്ളതാണെങ്കിൽ എങ്ങനെയാണ്? കേൾ എഫ് 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. കേൾ എഫ് എന്ന് പറഞ്ഞാൽ ഡെൽ ക്രോസ് എഫ് 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്ന് വെച്ചാൽ ഡിറ്റർമിനൻ്റ് എടുക്കണം. എന്നിട്ട് എന്താ? വെക്റ്റർ ഫീൽഡ് എഫ് കൺസർവേറ്റീവ് ആയതുകൊണ്ട് തന്നെ വെക്റ്റർ ഫീൽഡ് എഫിനെ നമുക്ക് ഗ്രേഡിയൻ്റ് ഓഫ് സം സ്കെയിലാർ ഫങ്ഷൻ ഫൈ എന്ന് എഴുതാം. എന്നിട്ട് വെക്റ്റർ എഫ് എഴുതുക, തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലുള്ള വെക്റ്റർ എഫ് എഴുതുക. പിന്നെ ഗ്രേഡിയൻ്റ് ഓഫ് ഫൈയും എഴുതുക. ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ഫൈ ബൈ ഡോ ഇസഡ് കെ. എന്നിട്ട് നമ്മൾ ഐൻ്റെയും ജെയിൻ്റെയും കെയിൻ്റെയും കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്? അപ്പോൾ ഇനി ഈ ഡോ ഫൈ ബൈ ഡോ എക്സ് വൈ ആണെന്ന് തന്നിട്ടുണ്ട്. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ, താഴെ എക്സ് ആണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇവിടെ എന്തുകൊണ്ട്? ഈ ഡോ ഫൈ ബൈ ഡോയിനെ വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ ഡോ ഫൈ ബൈ ഡോ ഇസഡിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഓരോ സമയവും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഓരോ കോൺസ്റ്റൻറ്റ് കിട്ടും. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ വൈ ഇസഡും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ സം ഫങ്ഷൻ ഓഫ് വൈ ഇസഡ് കോൺസ്റ്റൻ്റ്, അതിനെ നമ്മൾ ജി ഓഫ് വൈ ഇസഡ് എന്ന് വിളിച്ചു. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് എക്സ് ഇസഡും കോൺസ്റ്റൻ്റ് ആണ്. അതിനെ നമ്മൾ എച്ച് ഓഫ് എക്സ് ഇസഡ് എന്ന് വിളിച്ചു. അടുത്തത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ആയതുകൊണ്ട് എക്സും വൈയും കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് കെ ഓഫ് എക്സ് ഇസഡ് എന്ന് വിളിച്ചു. എന്നിട്ട് ഇവയെ എല്ലാം നമ്മൾ ക്ലബ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ എല്ലാം ഫൈ, ഓരോരുത്തടത്തും ഫൈ കിട്ടിയതിനെ ഫൈ ഓഫ് എക്സ് വൈ ഇസഡ് ഈസ് ഈക്വൽ ടു റിപ്പീറ്റഡ് ആയിട്ട് ടേംസിനെ ഒരു വട്ടം എഴുതിയിട്ട് ബാക്കി
റിപ്പീറ്റ് ചെയ്യാത്ത ടേമാണ് z²/2 പ്ലസ് ഈ കോൺസ്റ്റൻറ്റിനെ എല്ലാം നമ്മൾ ജനറലായിട്ട് സി എന്ന് എഴുതി. ഇതായിരിക്കും പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ.